ഞാൻ നേരെ അതിലൂടെ കയറി എൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോയി. എന്നെ തിരിച്ച് ഓടിച്ചു പോയി ഗൈസ്, അറിഞ്ഞുകൊണ്ട് പോയതല്ല. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുക. ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓക്കെ, ട്രിപ്പെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നു, എവിടെയെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാം നമുക്ക് അടുത്തുള്ള. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. നാടൻ പാട്ട് വൈബാണ് ഇപ്പോൾ കേട്ടോ. ഈശോ അപ്പം നമ്മുടെ പാലരുവി കയറിയിരിക്കുകയാണ് മച്ചാന്മാര് സുഹൃത്തുക്കളെ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? പാലരുവിയിലോട്ട് പോകുന്ന റൂട്ട്. അപ്പം മച്ചാന്മാര് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ വണ്ടി നേരെ ഇട്ടിരിക്കുന്നു. ഓ മാൻ, തേക്കും തടിയാണ് ഫുൾ. ഈ നിൽക്കുന്ന മൊത്തം തേക്കും തടിയാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്കാണ് പാർക്കിംഗ് വരുന്നത്. ഈ റൂട്ടിൽ കൂടെ നമുക്ക് ഇനി നേരത്തെ പോയ പോലെ വണ്ടിയിൽ പോകണം. ഈ റൂട്ടിൽ നമ്മൾ നേരത്തെ നമ്മള് 34 കയറി നമുക്കൊരു ഇത് കിട്ടിയല്ലോ. അങ്ങനെ ചെറിയ ബസ്സിൽ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ബസ്സിലാണ് പോകുന്നത്, പ്രൈവറ്റ് ബസ്. ഇതിപ്പോൾ KSRTC. അതിന്റെ ഇടയ്ക്ക് പെമ്പിള്ളേർ KSRTC വന്നാ അങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ KSRTC-യിലാണെങ്കിൽ നേരെ സ്ട്രേറ്റ് അങ്ങ് പോവാം അല്ലേ? നമ്മളെ വണ്ടി വന്നു കഴിഞ്ഞാൽ അതെ, നമ്മുടെ വന്ന വണ്ടിയുടെ ഡ്രൈവറും എല്ലാം അന്ന് പറയാം കേട്ടോ. അപ്പൊ ചേട്ടൻ പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ട് ചൊവ്വാഴ്ച, ഈ വരുന്ന ചൊവ്വാഴ്ച. അപ്പൊ ഇന്ന് 11, 12, 14-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഡേറ്റ് 13-ാം തീയതി പുതിയ വണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ജോമോൻ. ഓക്കെ, ജോമോൻ. അപ്പം നല്ല കമ്പനിയാണ് ചേട്ടാ, നമ്മൾ കയറിയപ്പോൾ മുതൽ. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള നമ്മുടെ കിളി ആളും ബിബിൻ, ആളുടെ പേര് ബിബിൻ. ഓക്കെ, രണ്ടുപേരും നൈസ് വൈബായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട ആ ഒരു രീതിയിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും KSRTC വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോയതുപോലെ പിള്ളേർ പോയാലും സ്ട്രേറ്റ് അങ്ങ് പോകും. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ അവരുടെ സ്റ്റോപ്പാണ്. പിന്നെ ഇതേപോലത്തെ ബസ്സിൽ ഈ ബസ്സിൽ വേണം, ഫോറസ്റ്റിന്റെ വണ്ടി. ഓക്കെ മച്ചാന്മാരെ സുഹൃത്തുക്കളെ, 2 ഫോണിലാണ് നമ്മുടെ വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടിമുട്ടി ഹൈ ഫൈവ് കള്ളി കീസടിച്ചു. ഓ മാൻ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പ്രൈവറ്റ് വണ്ടിയിൽ നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കും. പാലേരി വാട്ടർഫോൾസും എത്തിയിരിക്കുന്നത്. ഈ വരുന്ന ബസ്സിലാണ് നമ്മൾ വന്നത്. KSRTC ഫ്രീ. ബാക്കി നമ്മുടെ പ്രൈവറ്റ് ബസ് എല്ലാം അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഒരു 7 കിലോമീറ്ററോളം നമ്മൾ ഈ ഇവരുടെ പ്രൈവറ്റ് ഫോറസ്റ്റിന്റെ വണ്ടിയിൽ നമ്മൾ വരണം. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാം. അപ്പം നമ്മളിപ്പോൾ ഏത് വാട്ടർഫോളിലാണ് വന്നേക്കുന്നത്? പാലരുവി വാട്ടർഫോൾ. കണ്ടോ, ഒരേ ഒച്ചത്തിൽ പാലരുവി 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും നമ്മളും കൂടെ ഒരുമിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഏകദേശം 200 മീറ്ററേ ഉള്ളൂ മാക്സിമം. എനിക്ക് ഒരു 100-150 മീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ 200 എന്ന് പറഞ്ഞാൽ മാക്സിമം കേട്ടോ. അപ്പം നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ നടപ്പിക്കും എന്നുള്ള മൈൻഡിലാണ് നമ്മൾ പറയുന്നത് 200 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, ഫുഡ് ഐശ്വര്യം എന്നറിയാവോ, ഒരു ഏത്തക്കാപ്പം വാങ്ങിയ അവന്റെ കയ്യിലായിരിക്കും. പക്ഷെ ചായ കൊണ്ടുപോകത്തില്ല, ചൂടായോണ്ട് കുഴപ്പമില്ല. നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വാട്ടർഫോൾ ലൊക്കേഷൻ പോലെ ഉണ്ട്. സൂപ്പർ. പണ്ട് ഞാൻ ഇതുപോലെ ഒരു വാട്ടർഫോൾസിൽ വന്നതാണ്. പാലരുവി വാട്ടർഫോൾസിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങോട്ട് നോക്കി, അവരൊക്കെ 18 പടി കയറുന്നവിടെ കയറുന്നത് കേട്ടോ. എന്നാലും അത്യാവശ്യം വൈബുള്ളവരാണ് എല്ലാവരും. ഇപ്പം വരുന്ന വരുന്നു. അതുപോലെ ഫ്ലോ ആണ് അടിപൊളി, ഭയങ്കര സ്ലോയിലെ മേളിൽ നിന്നുള്ള ഫ്ലോ. പക്ഷെ താഴെ വരുമ്പോൾ ഹൈ സ്പീഡാണ്. പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ വലയും കയറിയും ഇതിനെന്ത് മാങ്ങത്തിരി പറയുന്നത്. അത് ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, അടിപൊളിയാണ്. അതുപോലെ അതിൻ്റെ താഴെ എല്ലാവർക്കും
കുളിക്കാനുള്ള കുളിച്ച് കയറി വരാനുള്ളൊരു അടിപൊളി സെറ്റപ്പ് അവിടെ ശരിയാക്കി. പോട്ടി പയ്യെ താഴോട്ട് വന്ന് ഈ ആൾക്കാർ നോക്കി, ആ ക്രൗഡൊന്നും നോക്കി. പാലരുവി വാട്ടർഫോൾസ് താഴെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. സോ അവിടെ നോക്കി, അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ട്. ഇപ്പം അത്യാവശ്യം കുറച്ചേറെ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ നിന്ന സ്പോട്ടിൽ വരുന്ന വെള്ളം കണ്ടോ, പക്ഷേ 2 സ്പോട്ടായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് താഴെയും അതെ നിയർ മേളിൽ. അത് നമുക്ക് നേരെ കാണാനുള്ളൂ. പക്ഷെ കുളിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് താഴെ തന്നെ പോകണം. അങ്ങോട്ട് നോക്കിയേ. എൻ്റെ പൊന്നും മച്ചന്മാർ സുഹൃത്തുക്കളതേ, ഞങ്ങളുടെ അമ്മയും ഇവൻ്റെ അമ്മയൊക്കെ ദേ നേരെ അവിടെ നിന്ന് പൊണ്ണു സൂം ചെയ്യാം അങ്ങോട്ട്. ഞങ്ങളുടെ അമ്മ എത്തിക്കുത്തി നോക്കുന്നു, എന്നാ അവിടെ നടക്കുന്നത് കോപ്പ്. ഈ പിള്ളേരൊക്കെ എന്നെ കാണിക്കുന്നത്. മഞ്ഞ 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 അമ്മ കിട്ടിയിരിക്കുന്നു 40 സൂമിങ്ങിൽ നമ്മുടെ അമ്മനെ കിട്ടിയിരിക്കുകയാണ്. ഗായ്സ് അമ്മ എത്തിക്കുത്തി നോക്കുന്നു, ആ പിള്ളേരെ കാണിക്കുന്ന പിള്ളേരെ കാണിക്കുന്നത്. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സൂപ്പർ സ്ഥലം. നിന്ന് പോവുക കേട്ടോ, തിരുവനന്തപുരം പോയി വന്നോടെ. നമ്മുടെ ചെറുക്കനൊക്കെ നിൽക്കുക. കുഴപ്പമില്ല, ഒരു ഹായ് കാണിക്കാൻ പോയത്. തമിഴ്നാട് കുറ്റാലം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് ഈ പശുവിനെ എന്നെ കണ്ട അത്ര പിടിക്കുന്നില്ല, ചുമലയാണ്ടാന്ന് തോന്നുന്നു. വിഷയമാണെന്ന് തോന്നുന്നു, കടയുടെ അകത്ത് വരെ കയറിപ്പോ. അപ്പോൾ നമ്മൾ കുറ്റാലം വാട്ടർഫോൾസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര വെള്ളം വരുന്നത്, പക്ഷെ ഇപ്പോൾ വളരെ വെള്ളം കുറവാണ്. പക്ഷേ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, വെള്ളമുണ്ട്, അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട്, ടൂറിസ്റ്റ്. അവിടെ ടെമ്പിള്. അതെ, എനിക്ക് ആദ്യമേ ഒരു ചെറിയൊരു ഇത് പറ്റി. ഞാൻ നേരെ അതിലൂടെ കയറി ഗേൾസിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോയി. എന്നെ തിരിച്ച് ഓടിച്ചു പോയി ഗൈസ്, അറിഞ്ഞുകൊണ്ട് പോയതല്ല. ഐ ലവ് കുട്ടനാളം ഏതുണ്ടോ നമ്മളുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, അതിൻ്റെ പുറകിലോട്ട് പോകുമ്പോഴാണ് മെയിൻ വാട്ടർഫോൾ. ഇവിടെ വെച്ചായിരുന്നു നമ്മൾ പണ്ടത്തെ ഒരു ജ്യൂസ് പോലത്തെ സാധനം കുടിച്ചത് ബ്ലോഗിനകത്ത്. അതെ അതെ, പഴയ ബ്ലോഗിൻ്റെ അകത്ത് നമ്മൾ തമിഴ്നാട് വന്നൊരു ബ്ലോഗിൻ്റെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പെട്രോൾ പമ്പിൽ കയറി. അതെ, പമ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ DJ പാർട്ടി തോന്നുന്നത്, ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയും ഭാഗത്തെ മണ്ണെടുത്തിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തത്. അങ്ങനെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ശരവണ ഫാമിലി ഗൈസ്. അപ്പം ബാക്ക് ടു ശരവണ, ഓൺലി വെജിറ്റബിൾ. ഓക്കെ, അവിടെ പാട്ട് വേണം കേട്ടോ. കല്ലാണ് നെഞ്ചിലെന്ന് ഇവിടെ വെറൈറ്റി കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പാനിപൂരി, സോയ, അങ്ങനെ കുറെ ഉണ്ട്. മഷ്റൂം ഫ്രൈഡ് റൈസ്, കുറെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മതിയായി സെറ്റപ്പ് അല്ലേ? മൊത്തം ആൾക്കാർ ഇവിടെ നമ്മുടെ വളഞ്ഞിരിക്കുകയെന്നാണ് നമ്മൾ തോന്നല്, പക്ഷെ അല്ല, വേറെ വണ്ടിക്കാർ വന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അതെ, സീറ്റ് കിട്ടിയില്ല. നമ്മൾ ആദ്യമേ കയറി അങ്ങ് ഇരുന്ന് കളഞ്ഞു കേട്ടോ. എക്സ്ട്രാ സീറ്റ് പിടിപ്പിച്ചു ഇവിടെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലേ കയറത്തുള്ളൂ. അത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം ലൈവാണ് കേട്ടോ, ഇവിടെ ലൈവാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലാഭം വരുന്നുണ്ട്. അപ്പം പറഞ്ഞാലും നമ്മൾ കുത്തു പൊറോട്ട കഴിക്കുന്നത് കേട്ടോ. അടുത്ത പാനിപൂരി പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്നവയാണ്. പക്ഷേ ഞാനൊരു 10 ചപ്പാത്തികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിച്ചു വന്നപ്പോൾ കുറച്ച് ടൈം ആയി കേട്ടോ. ഒരു 5 പേരുടെ ഞാൻ തന്നെ കഴിച്ചു, ബാക്കി ഇവർ കഴിക്കണം. കണ്ടോ, 3 പേരുടെ ഞാൻ കഴിച്ചു. അതെ, 3 പേരെ അവൻ കഴിച്ച്, 5 പേരെ ഞാൻ കഴിച്ചു, ബാക്കി എല്ലാവരും കഴിച്ചിറങ്ങണം. പിന്നെ ഇവരെ ഓൾറെഡി കഴിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അവരുടെ ആ ഡയലോഗ് കേട്ടോ. അതെ, പിന്നെ വേറെ കാര്യം, നമ്മുടെ ട്രിപ്പിനെ സംബന്ധിച്ച് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുക.
അങ്ങനെ ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓക്കെ ട്രിപ്പെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നു, എവിടെയെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാം നമുക്ക് അടുത്തുള്ള. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ, അത് ഭയങ്കര ഒരു സാധനമായിരിക്കും. പിന്നെ നമ്മളങ്ങനെ പോകാറുണ്ട്, എല്ലാം വീഡിയോയ്ക്കകത്ത് കാണിക്കാറില്ല, എന്നാലും അങ്ങനെ മാക്സിമം പോകാൻ പറ്റുന്നവർ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് പോവുക, അവരെയും കൂടെ എൻജോയ് ചെയ്യിപ്പിക്കുക, അത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. മച്ചന്മാരെ സുഹൃത്തുക്കളെ, ഇതെല്ലാം 17 പ്രോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലെല്ലാം മച്ചന്മാരെ ഓ മേൻ, അപ്പോൾ എല്ലാവരും കൊടുത്ത് കരത്തൊരു പെണ്ണാണ് കണ്ണാണ് കനലാണ് കാട്ടുപൂവിൻ കണ്ണിലാണ് കാട്ടുപൂവിൻ മൈന പെണ്ണാണ്. പ്രേമികൾക്ക് അൽറാസി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും എഴുന്നേൽക്കേണ്ടതാണ്. ഏറ്റവും സുഹൃത്തുക്കളെയും മച്ചന്മാരെയും അപ്പൊ നമ്മൾ അപ്പൊ എല്ലാവരും കേട്ടിരിക്കുകയാണ്. അടുത്ത പാട്ട് തുടങ്ങട്ടെ. തിരുവല്ല കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് കൊടുത്തേ. അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ട്രിപ്പാന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പാട്ടില് അടുത്ത സന്തോഷം കാണിക്കുന്നതാണ്. പോരട്ടെ. നന്ദി സോറി മാറിപ്പോയി. ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് മച്ചന്മാരെ സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ബസ് ഇവിടെ നമ്മളെ കൊണ്ട് ഇറക്കിയിട്ട് ഒന്ന് വണ്ടി തിരിക്കാൻ പറ്റും. ഇവിടെ ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും വിളിക്കുക കേട്ടോ, റെഡിയാക്കാം. നമ്മുടെ ബസ് പോയി, അങ്ങോട്ട് നോക്കി ബസ് പോയിരിക്കുകയാണ്. അതെ, അപ്പം ചാച്ചയോട് ഇറങ്ങി, അമ്മയോട് ഇറങ്ങി, ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയി. നല്ല അടിപൊളി ബസ്സാണ്, അടിപൊളി ബസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടുതൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ.